ഔട്ടർ മണിപ്പൂരിൽ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായിട്ട് നാഗാ പീപ്പിൾസ് ഫ്രണ്ട് അവരാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച് അവർ വീണ്ടും മത്സരിക്കുന്നു. അവിടെയും കോൺഗ്രസ് ആണ് നാഗാ പീപ്പിൾസ് ഫ്രണ്ടിനെ എതിരിടുന്നത്. കുക്കി വിഭാഗത്തിൻ്റെ പിന്തുണ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ്സിന് ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ വംശഹത്യാ ശ്രമത്തിനിടയിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ ഒരുപക്ഷെ കുക്കി വിഭാഗത്തിൻ്റെ കൂടുതൽ പിന്തുണ കോൺഗ്രസ്സിന് നൽകുന്നുണ്ട്. അതേസമയം തന്നെ പല സംഘടനകളും കുക്കി സംഘടനകൾ പലതും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കീസ് ഓഫ് വിമൻ, കുക്കി നാഷണൽ അസംബ്ലി പോലെ സംഘടനകൾ പലതും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഔട്ടർ മണിപ്പൂരിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഈ ഔട്ടർ മണിപ്പൂരിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടർ മണിപ്പൂരിൽ 4 സ്ഥാനാർത്ഥികളുള്ളത് 4 പേരും ഈ നാഗാ വിഭാഗത്തിൽ നിന്ന് ഉള്ളതാണ്. കാര്യം NPF ജയിച്ച സ്ഥലമാണെങ്കിലും ഈ പറയുന്ന കുക്കിസോ വിഭാഗത്തിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹിൽ ഏരിയ മുഴുവൻ വരുന്നത് ഈ ഔട്ടർ മണിപ്പൂരിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഈ കുക്കി വിഭാഗമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പിന്തുണ നൽകാൻ സാധ്യതയുള്ളൊരു വിഭാഗം. മാത്രമല്ല ചർച്ചകളുണ്ട്, ക്രിസ്ത്യൻ യൂണിറ്റി അവിടെ സ്ട്രോങ് ആണ്. അത്തരം കാര്യങ്ങൾ കൊണ്ട് കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ പ്രയോജനം ലഭിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ കുക്കി വിഭാഗത്തിന്റെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഇതിന് യാതൊരു താല്പര്യവുമില്ല. അവിടെ യാതൊരു തരത്തിലുമുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ അവിടെ നടക്കുന്നില്ല. അവർക്കിപ്പോ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിന്റെ കുക്കീസ് ഈ പറയുന്ന രീതിയിൽ നാഗാ സ്ഥാനാർത്ഥി ജയിച്ചാലും BJP NPFന്റെ നാഗാ സ്ഥാനാർത്ഥി ജയിച്ചാലും അതിൽ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് നാഗാ ഗ്രൂപ്പിന് മാത്രമാണ്. അത് കുക്കികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനം കിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ 2 വിഭാഗം കുക്കി വിഭാഗം സംഘടനകൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാഗാ ഗ്രൂപ്പുകൾ നിരന്തരം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്ന ഒരു പ്രദേശമാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ഇല്ലാത്ത അപൂർവ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിട്ട് ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാഗാലാൻഡ് മുഖ്യമന്ത്രിയെല്ലാം അവിടെ NPFന് വേണ്ടിയിട്ട് മറ്റേ പ്രചരണം നടത്താനായിട്ട് വളരെ സജീവമാണ്. അതുകൂടാതെ തന്നെ ഈ അടുത്തിടയ്ക്ക് ഈ ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിലേക്ക് കുറച്ച് ജില്ലകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ ജില്ലകളിലെല്ലാം ഈ നാഗാ വിഭാഗങ്ങളുടെ ഒരു സ്ട്രെങ്ത് കൂടുതലുള്ളൊരു ജില്ലകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നാഗാ വിഭാഗത്തിനുള്ള സ്ട്രെങ്ത് എത്രമാത്രം ഈ പറയുന്ന രീതിയിൽ NPFന് അനുകൂലമായിട്ട് മാറുമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ വിഭാഗം നാഗാ വിഭാഗം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുണ്ട്. അവരും ഈ കുക്കി വിഭാഗങ്ങളും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരു എഡ്ജ് കോൺഗ്രസിന് ലഭിക്കേണ്ടതാണ്. പക്ഷേ ഈ കുക്കി വിഭാഗങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവങ്ങൾ കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപക്ഷെ മറ്റേ BJPയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരകനായിട്ടുള്ള ഈ നരേന്ദ്രമോദി സന്ദർശിക്കാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താത്ത ഒരേ ഒരു സംസ്ഥാനം ഒരുപക്ഷെ മണിപ്പൂരായിരിക്കും. കഴിഞ്ഞ മെയ് 3 ശേഷം ഇന്നേ വരെ മോഡി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിനും ഇതുവരെ എത്തിയിട്ടില്ല. ഈ ഏപ്രിൽ 15-ാം തീയതിയാണ് അമിത്ഷാ എത്തിയത്. അതുവരെ അമിത്ഷായും എത്തിയിരുന്നില്ല. അമിത്ഷാ പക്ഷേ ഇന്നർ മണിപ്പൂരിലാണ് പ്രചരണം നടത്തിയത്. വളരെ രൂക്ഷമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ കലാപത്തെ അല്ലെങ്കിൽ ഈ വംശഹത്യയെ ന്യായീകരിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നർ മണിപ്പൂരിൽ ബെൽറ്റിനെ ഒന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഒരുപക്ഷെ മോഡി വരികയും മോഡി എന്തെങ്കിലും സംസാരിക്കുകയും ഈ കുക്കി വികാരം ഒന്നുകൂടി ഉണരുകയും അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിൽ മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം മോഡി തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഔട്ടറിലെ ഒരു തെരഞ്ഞെടുപ്പ് ഈ നാഗാ വിഭാഗങ്ങളുടെ ഇടയിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. ഒരുപക്ഷെ അത് NPFന് തന്നെ അനുകൂലമായിട്ട് ഉണ്ടാവാൻ തന്നെയാണ് അതിൽ സാധ്യതയും കാണുന്നത്.